ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടാതെ കേന്ദ്ര സർക്കാർ. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് വാണിജ്യമന്ത്രി വിളിച്ച വാർത്താ സമ്മേളനത്തിലും കരാറിനെ കുറിച്ച് വിശദീകരിച്ചില്ല. കരാർ സമസ്ത മേഖലയ്ക്കും ഗുണം ചെയ്യുമെന്ന് പറഞ്ഞ പീയൂഷ് ഗോയൽ രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചു. ചൈനയുമായി വ്യാപാര കരാർ ഉണ്ടാക്കാൻ രാഹുൽ ശ്രമിച്ചെന്നും അതിൽ നിന്ന് രാജ്യത്തെ രക്ഷിച്ചത് നരേന്ദ്രമോദിയെന്നും പീയൂഷ് ഗോയൽ പറഞ്ഞു. ये डबल स्टैंडर्ड जो राहुल गांधी जी बार बार दिखाते हैं, जिसमें कांग्रेस ने भारत को झोंक दिया था 2011-12 में, एक प्रकार से चाइना के साथ एफटीए करने का पाप राहुल गांधी ने किया था, उससे भी माननीय प्रधानमंत्री जी ने देश को बचाया. സുനിലാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. സുനിൽ, അയൽ രാജ്യങ്ങളെക്കാൾ നല്ല കരാറാണ് ലഭിച്ചതെന്ന് പീയൂഷ് ഗോയൽ പറയുന്നുണ്ട്. പക്ഷേ ഈ കരാറിലെ ആശങ്കകൾ, അത് സംബന്ധിച്ച ഉത്തരങ്ങളില്ല. കരാറിൽ എന്താണ് എന്നത് സംബന്ധിച്ചും മറുപടിയില്ല. വിനീത, തീർച്ചയായും ഡൊണാൾഡ് ട്രംപ് ഈ കരാറിനെ കുറിച്ച് എന്താണോ പറഞ്ഞത് അതിനപ്പുറത്തേക്ക് ഒരു വരി പോലും കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിട്ടില്ല എന്നതാണ്. വാർത്താ സമ്മേളനമായിരുന്നില്ല, ഒരു ഓൺലൈൻ സ്റ്റേറ്റ്മെന്റ് മാത്രമായിരുന്നു. ഓൺലൈനിലാണ് പീയൂഷ് ഗോയൽ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. കരാർ സംബന്ധിച്ച അന്തിമ രൂപമായി കരാർ ഒപ്പുവെച്ചു. കരാറിന്റെ വിശദാംശങ്ങൾ ഒന്നും തന്നെ അതേസമയം പീയൂഷ് ഗോയൽ പുറത്തുവിട്ടുമില്ല. പകരം ഈ ഒരു ഓൺലൈൻ വാർത്താ സമ്മേളനത്തിൽ ഏതാണ്ട് പകുതിയിലധികം സമയം പീയൂഷ് ഗോയൽ വിനിയോഗിച്ചത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ പാർലമെന്റ് സ്തംഭിപ്പിച്ചതിനെതിരെയുള്ള രാഷ്ട്രീയ ആരോപണത്തിനായിരുന്നു. ഓരോ പാർട്ടികളുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു പീയൂഷ് ഗോയലിന്റെ ആക്രമണം. ഏതായാലും ഈ കരാർ ഇന്ത്യക്ക് ഗുണകരമാകുമെന്നും ഇന്ത്യയുടെ സമസ്ത മേഖലകൾക്കും വലിയ നേട്ടമാകുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ വാർത്താ സമ്മേളനത്തിൽ പീയൂഷ് ഗോയൽ സംസാരിച്ചത്. ഏതായാലും ഈ കരാർ എങ്ങനെയാണ്, കരാർ ഏതൊക്കെ മേഖലയെ ബാധിക്കും, എത്ര ശതമാനം നികുതിയാണ്, നികുതി ഇല്ലാതെയാണോ അമേരിക്കയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വരുന്നത് എന്നതടക്കമുള്ള വിശദാംശങ്ങളൊന്നും തന്നെ പീയൂഷ് ഗോയൽ ഇന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. ശരി, PR സുനിലാണ് വിശദാംശങ്ങൾ നൽകിയത് ദില്ലിയിൽ നിന്ന്. കരസേന മുൻ മേധാവി MM